ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും ഫസ്റ്റ് പറയും നമ്മൾ കുറേ നാളായി കണ്ടിട്ടെന്ന്. എന്നാ വീഡിയോ ഇടോ അതും ഇല്ല. എന്നെ പറ്റി തന്നെ ആട്ടോ പറയണത്. ഞാൻ മീഷോന്നുണ്ടല്ലോ ഒരു നെയിൽ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ടു. ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ടോ. എനിക്കൊരുപാട് ആഗ്രഹമായിരുന്നു ഈ ഒരു നെയിൽ എക്സ്റ്റൻഷൻ വാങ്ങണമെന്ന്. അങ്ങനെ വാങ്ങിയതാട്ടോ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ എഡിറ്റ് ചെയ്തിടാനുള്ള മടിയും ഇതൊക്കെ കൊണ്ടിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നിപ്പോൾ ചെത്തി ബീച്ചിലേക്കാട്ടോ പോകണം. അപ്പോൾ ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചെടുക്കാണ്. ചെത്തി ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പാലത്തിന്റെ ഈ തോട് വരുന്നതാണ്. അവിടെ ഒരു തോട് മാതിരി വെള്ളം വരുന്നുണ്ട്. ചെത്തി ബീച്ചിൽ പോകാൻ വേണ്ടിട്ട്, അതായത് വർഷങ്ങളായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്ന ആൾക്കാര് ചെത്തി ബീച്ചിൽ പോവാനായിട്ട് വന്നതാ. അപ്പൊ ഞാൻ മര്യാദക്ക് പറഞ്ഞു ഈ പാലം കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ചെത്തി ബീച്ചിലേക്ക് പോണേന്ന്. അപ്പൊ ഇക്കാക്ക പറഞ്ഞു പാലം കയറേണ്ട ആവശ്യമില്ല, പാലം കയറേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ വഴി പോവാ അല്ലേ. അങ്ങനെ ഗൂഗിൾ മാപ്പ് ചതിച്ചു, അത് വേറൊരു കാര്യം. മര്യാദക്കൊക്കെ പാലം ഇറങ്ങിയിട്ട് ഈ വഴി പോകാൻ പോയതാ. ഞാൻ അറിഞ്ഞു പാലമൊന്നും കയറണം, നമുക്ക് വേറെ ഷോർട്ട് കട്ട് ഉണ്ട് പറഞ്ഞു പോയതാ. ഉള്ളതുകൊണ്ട് ഒരു വഴിയൊക്കെ കറങ്ങി ഞങ്ങൾ പോയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു 6 മണിയായി, കറക്റ്റ് 6 മണിയായും സമയം. ആ ടൈം ആയപ്പോൾ ഞങ്ങൾ എന്തായാലും വഴി കണ്ടുപിടിച്ച്. ആരും അറിയണ്ട, മോശമാണ്, നാണക്കേടാണ്. ഇത് കണ്ട ബീച്ച്. ഇത് ഈ വഴി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ എന്താണ്, ആലപ്പുഴയുടെ ധനുഷ്കോടി അല്ലേ, ധനുഷ്കോടി കടൽപ്പാലത്തേക്ക്, അതായത് ചെത്തി ഹാർബർ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ള വഴി ഇതായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഈ താർട്ട വഴി പോകേണ്ടതിന് വേണ്ടിയിട്ട് ഉള്ളവന്റെ കുണ്ടും കുഴിയൊക്കെ ചാടി 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 പോയത്. നിങ്ങള് കാറിന്റെ ഫിലമെന്റ് ഒക്കെ അടിച്ചെന്ന് തോന്നണേ. 1/2 മണിക്കൂർ കുണ്ടും കുഴിയും ചാടിയിട്ടുണ്ട്. എന്നിട്ട് പോരാത്തതിന് ഹൈവേയിലേക്ക് പോരാന്നും പറഞ്ഞ് നിന്നപ്പോ വേറൊരു വഴി കണ്ടപ്പോ നമുക്ക് ഈ വഴിയും കൂടെ പോയി നോക്കാന്ന് പറഞ്ഞാൽ അതും കയറി. എന്നിട്ട് ആ ചേച്ചി എടുത്ത് ചോദിച്ചപ്പോ ഒരു ചേച്ചി പറഞ്ഞ് അങ്ങോട്ട് പോവൂല, ബീച്ചിലേക്ക് പോണേ ഈ റോഡിലേക്ക് പോണെന്ന്. വീണ്ടും അവിടെ തിരിച്ച് അതെ ഈ ഇതല്ലേ നമ്മൾ കണ്ടപ്പോഴത്തേക്കും മറ്റേ നോ എൻട്രി എന്നും പറഞ്ഞ് എഴുതി വെച്ചത്. എടാ അതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു ഇല്ലേ. ഇതാണ് യഥാർത്ഥത്തിൽ മറ്റേ കടൽപ്പാലം അല്ലേ, ധനുഷ്കോടി അല്ലേ, ആലപ്പുഴ ധനുഷ്കോടി. അതെ, ഞാനിവിടെ സെക്കൻഡ് അല്ലേ നമ്മള് സെക്കൻഡ് ടൈം അല്ലേ, 2ാമത്തെ തവണ ആട്ടോ ഞങ്ങള് വരുന്നത്. 3 2 ബീച്ചിൽ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. അല്ലാതെ ഇത് വന്നിട്ട്, അതായത് ഈ പാലം വന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ടൈം ഇപ്പൊ വരുന്നത്. ഒരു ഫസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും വാപ്സി ഉമ്മച്ചിയൊക്കെ ആയിട്ട് വന്ന്, സെക്കൻഡ് ടൈം ഇപ്പൊ ഞങ്ങൾ 2 മാത്രമായിട്ട്. ഇവിടെ ഒരുപാട് ഇത് ബോട്ടല്ലേ, ഇത് ഇപ്പം ഒരുപാട് കപ്പലുണ്ട്. ഞാൻ പറയാൻ വന്നതാ, ഒരുപാട് കപ്പലിവിടെ കിടപ്പുണ്ടെന്ന്. മണി 6 മണിയായി, കാണുന്നുണ്ട് ടൈം നോക്ക്. 6 മണിയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെയില് വെച്ച് ഭയങ്കര വെയില്. 6 മണി നേരത്ത് ഇത്തവണ ഇപ്പൊ ആള് കുറഞ്ഞു. നല്ല ജനം ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പൊ നല്ല ആള് കുറവാ. ഇങ്ങനെ നടക്കും ഇതിൽ കൂടെ. എന്തൊരു വെയിലാ ഇത്. ഇറങ്ങട്ടെ. കാറ്റുണ്ട് കേട്ടോ. ഞാൻ പറയണ കേൾക്കണുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കാരണം നല്ല കാറ്റുണ്ട് ഇവിടെ. ഇതൊക്കെ നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ബോട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ ആ മീൻ പിടിക്കല്ലത്, വല വീശുന്നുണ്ടോ?
ഒരുപാട് ആൾക്കാർ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ പട്ടിയുടെ പോലെ ഒക്കെ രസമുണ്ട്. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം അല്ല, ഇവിടെ സെക്കൻഡ് ടൈം ഇപ്പോൾ വരുന്നതാണ്. ഫസ്റ്റ് ടൈം വന്ന ടൈമിലുണ്ടല്ലോ ഇത് കടൽപ്പാലത്തിൽ നിന്ന് നടന്നാണ് നമുക്ക് അറ്റം വരെയും പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവർ പകുതിക്കില്ലെങ്കിൽ കാൽഭാഗം വെച്ചിട്ട് ഇത് കണ്ടോ നോയിൻട്രി ബോർഡ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അവിടെ ഉള്ളിൽ പണി നടക്കുന്ന കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ചൂണ്ടയിടാനുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളത് കൊണ്ടിട്ട് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി. എന്തോരം ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കണേന്ന് അതൊക്കെ കാണുമ്പോൾ കേട്ടോ നല്ല രസമുണ്ടില്ല അത് തന്നെ കാണാനായിട്ടൊക്കെ. ഞാൻ ക്യാമറയിൽ എടുക്കുമ്പോൾ എത്രത്തോളം നന്നാവുമെന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ നേരിട്ടാണ് അടിപൊളിയാണ്. ഇത് ചെത്തി ബീച്ചിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അതായത് ഈ കടൽപ്പാലത്തിൻ്റെ അടുത്ത് ചേർന്നിട്ട് തന്നെയുള്ള ഭാഗമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് ഞങ്ങളിനി അപ്പുറത്തോട്ട്, അതായത് ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന വേറൊരു ഭാഗമുണ്ട്, അങ്ങോട്ടൊക്കെ പോകും ഞങ്ങൾ. ഞങ്ങളുണ്ടല്ലോ അപ്പുറത്തുനിന്ന്, അതായത് ആ കടൽപ്പാലത്തിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഇപ്പുറത്തേക്ക് ബീച്ചിലേക്ക് വന്നിട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ കൂടുതൽ ഫോട്ടോഷൂട്ടിനും അനുവിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ നല്ല കാറ്റാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളും വന്നിട്ടുണ്ട് ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ. ഇവിടെ നോക്കി ഒരുപാട് ക്യാമറമാനും അതും ഇതൊക്കെ ഉണ്ട്. അല്ലല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടും. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ പോരുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം അത്യാവശ്യം ലെങ്ത് ഉണ്ട്, 7 മിനിറ്റ് 8 മിനിറ്റ് എങ്ങാണ്ട് ഉണ്ട്. സാധാരണ ഇത്രയും ലെങ്ത്തിൽ വീഡിയോ ഇടലില്ല. കാണാൻ പറ്റുന്നതിന് മാക്സിമം ഫുള്ള് കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇവിടെ അടുത്തുള്ളൊരു കഫേ ഉണ്ട്, അവിടെ കയറി ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ബൂസ്റ്റ് അവിൽ മിൽക്കും അതുപോലെ തന്നെ ബർഗറുമാണ് ഓർഡർ ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.